അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ബഹുമാന്യരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, സർവലോകരക്ഷിതാവും നിയന്താവുമായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകളും നിയമനിർദ്ദേശങ്ങളുമെല്ലാം പൂർണ്ണാർത്ഥത്തിൽ ഉൾക്കൊണ്ട് ജീവിക്കണമേ എന്ന് ഓർമ്മപ്പെടുത്തുന്നു. മഹത്തായ ഒരു മാസം നമുക്കരികെ എത്തി നിൽക്കുകയാണ്. യാ ബാഗിയൽ ഖൈർ അക്ബിൽ വയാ ബാഗിയ ശർ അംസിക്. നന്മകൾ കൊതിക്കുന്നവരെ നിങ്ങൾ മുന്നിട്ട് വരൂ, തിന്മകൾ കാത്തു നിൽക്കുന്നവരെ നിങ്ങൾ അതിനെ പിടിച്ചു നിർത്തൂ എന്ന് വിളിച്ചു പറയുന്ന ഒരാൾ വിളിച്ചു പറയും എന്നാണ്. മഹത്തായ ഒരു മാസം, ഖദ് അളല്ലക്കും ഷഹറുൻ അളീമുൻ എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. മഹത്തായ ഒരു മാസം നിങ്ങൾക്ക് തണലിടുകയാണ്. മൻ അദ്റക റമളാൻ ഫലം യുഗ്ഫർ ലഹു ഫമതാ. വിശുദ്ധ റമളാൻ, അതിന് നീ സാക്ഷിയാണ്. നിന്റെ കരങ്ങൾ ഉയർത്തി റബ്ബിനോട് നീ തേടിയിട്ടും നിന്റെ പാപങ്ങൾ പൊറുക്കപ്പെടുന്നില്ലെങ്കിൽ നീ എത്ര നിർഭാഗ്യവാനാണ് എന്ന ചോദ്യം വിശുദ്ധ ഖുർആൻ അല്ലെങ്കിൽ വിശുദ്ധ റമളാൻ അടുത്തെത്തുമ്പോൾ ഈ ചോദ്യങ്ങൾ ഓരോന്നും നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരേണ്ടതുണ്ട്. നമുക്കറിയാം, ഈ ഒരു മാസം അനുഗ്രഹീതമായി മാറുന്നത് വിശുദ്ധ ഖുർആനിൻ്റെ അവതരണത്തോടു കൂടിയാണ്. സൂറത്തുൽ ബഖറയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂചിപ്പിച്ചതുപോലെ, ഷഹ്റു റമളാനല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ ഹുദൽ ലിന്നാസി വബയ്യിനാത്തിൻ മിനൽ ഹുദാ വൽ ഫുർഖാൻ. ഈ മാസം അനുഗ്രഹീതമാകുന്നത് വിശുദ്ധ ഖുർആൻ എന്ന മഹാഗ്രന്ഥത്തിൻ്റെ അവതരണം കൊണ്ടാണ്. ആ ഗ്രന്ഥവുമായി ചേർത്ത് വെച്ചുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വചനങ്ങൾ അനവധിയാണ്. ആ വചനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാനും വിശുദ്ധ ഖുർആൻ എന്ന മഹാഗ്രന്ഥത്തോടുള്ള കടമകൾ നിറവേറ്റാനും നമുക്ക് സാധിക്കണം. സമൂഹത്തിൽ അറിയപ്പെട്ട ചില ആളുകൾ ഉണ്ടാകുമ്പോൾ അതെൻ്റെ സഹോദരനാണ്, അതെൻ്റെ ആങ്ങളയാണ്, അതെൻ്റെ ഉപ്പയാണ്, അല്ലെങ്കിൽ അതെൻ്റെ കൂട്ടുകാരനാണ് എന്നൊക്കെ പറയുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു സന്തോഷം. സമൂഹത്തിൽ അറിയപ്പെട്ട ഒരാൾ, അയാൾ എൻ്റെ കൂടെ ഒരു ക്ലാസ്സിൽ പഠിച്ച ആളാണ് എന്ന് പറയുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു സന്തോഷം. ഇവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, അള്ളാഹുവിന് ചില കുടുംബക്കാരുണ്ട്, അള്ളാഹുവിന് ചില ബന്ധുക്കളുണ്ട്. ആരാണവർ? ഇന്ന ലില്ലാഹി അഹ്ലീന മിനന്നാസ്. ജനങ്ങളുടെ കൂട്ടത്തിൽ അള്ളാഹുവിൻ്റെ ചില കുടുംബക്കാരുണ്ട്. അപ്പോൾ സഹാബത്ത് ചോദിച്ചു, ഖാലൂ യാ റസൂലല്ലാഹ് മൻ ഹും. നബിയെ, ആരാണവർ? ഖാല ഹും അഹ്ലുൽ ഖുർആൻ. ആരാണ് അവർ? ഖുർആനിൻ്റെ ആളുകളാണ്. അഹ്ലുല്ലാഹി വ ഖാസ്സത്തുഹു. അള്ളാഹുവിൻ്റെ പ്രത്യേകം അടുപ്പം സമ്പാദിച്ച, അള്ളാഹുവിൻ്റെ പ്രത്യേകം ഇഷ്ടം സമ്പാദിച്ച ആളുകൾ. ഈ പ്രവാചക വചനത്തെ വിശദീകരിക്കുന്നിടത്ത് മുഹദ്ദിസുകൾ പറയുന്നുണ്ട്, ആരാണ് അള്ളാഹുവിൻ്റെ അഹ്ലുൽ ഖുർആൻ എന്ന് പറഞ്ഞ കുടുംബക്കാർ?
അവർ നേരം കിട്ടുമ്പോഴെല്ലാം കയ്യിലെടുക്കുന്നത് വിശുദ്ധ ഖുർആനാണ്, ടെലഫോണല്ല. വിശുദ്ധ ഖുർആൻ എടുത്ത് ഓതാൻ അവർക്ക് വല്ലാത്ത ആവേശമാണ്. രാവും പകലും വ്യത്യാസമില്ലാതെ സമയം കിട്ടുമ്പോഴെല്ലാം ഖുർആൻ എടുത്ത് ഓതും. ഖുർആനിലെ ആയത്തുകളുടെ അർത്ഥം പഠിക്കും, പഠിച്ച ആയത്തുകളെ പറ്റി ചിന്തിക്കും, അത് ജീവിതത്തിൽ പകർത്താൻ ശ്രമിക്കും. ഈ ഗുണങ്ങളുള്ളവരെ പറ്റിയാണ് അള്ളാഹ് പറഞ്ഞത് അവരല്ലാഹുവിൻ്റെ കുടുംബക്കാരാണ് എന്ന്. അങ്ങനെയുള്ളവരാകാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ. അപ്പോൾ ആ ഹദീസിന് മറ്റൊരു വശമുണ്ട്. എന്താ? ഖുർആൻ ഓതാത്തവർ, ഖുർആൻ പരിഗണിക്കാത്തവർ, ഖുർആനിൻ്റെ അർത്ഥം പഠിക്കാൻ മനസ്സ് കാണിക്കാത്ത ആളുകൾ, ഖുർആനിലുള്ളതനുസരിച്ച് ജീവിക്കാൻ തയ്യാറാകാത്ത ആളുകൾ അള്ളാഹുവിന് ഇഷ്ടമുള്ളവരല്ല, അള്ളാഹുവിന് വേണ്ടപ്പെട്ടവരല്ല എന്ന് റബ്ബ് നമ്മളെ പഠിപ്പിക്കുകയാണ്. പ്രിയമുള്ളവരെ, വിശുദ്ധ ഖുർആൻ എന്നത് ഈ ഉമ്മത്തിന് അല്ല, ഈ ലോകത്തിന് അള്ളാഹു നൽകിയ മഹാ അനുഗ്രഹമാണ്. ലോകത്തുള്ള മാനവരാശിയെ മുഴുവൻ സംബോധന ചെയ്തുകൊണ്ടാണ് ഖുർആനിൻ്റെ സംസാരം. വിശുദ്ധ ഖുർആൻ ഓതി വരുമ്പോൾ സൂറത്തുൽ ബഖറയിൽ ആരംഭത്തിൽ അള്ളാഹു ഒരു കൽപ്പന നൽകുന്നുണ്ട്. യാ അയ്യുഹന്നാസു ഉബ്ദൂ റബ്ബകുമുല്ലദീ ഖലഖകും വല്ലദീന മിൻ ഖബ്ലികും ലഅല്ലകും തത്തഖൂൻ. അവിടുത്തെ സംബോധന എന്താ? മനുഷ്യരെ എന്ന വിളിയാണ്. മാനവരാശിയെ മുഴുവൻ അല്ലാഹു സുബ്ഹാനഹു വ തആല വിളിക്കുകയാണ്. ആ വിളി വിശുദ്ധ ഖുർആനിൻ്റെ വിഷയത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. വിശുദ്ധ ഖുർആനിലെ സൂറത്ത് യൂനുസിലെ 57-ാം വചനം, യാ അയ്യുഹന്നാസ് ഖദ് ജാഅതുകും മൗഇളതും മിർ റബ്ബികും വശിഫാഉൻ ലിമാ ഫിസ്സുദൂർ വഹുദൻ വറഹ്മത്തുൻ ലിൽ മുഅ്മിനീൻ. വിശുദ്ധ ഖുർആനിൻ്റെ അനുഗ്രഹത്തിൻ്റെ 4 തലങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. യാ അയ്യുഹന്നാസ്, മനുഷ്യരെ, ഖദ് ജാഅതുകും മൗഇളതും മിർ റബ്ബികും, നിങ്ങളുടെ റബ്ബിങ്കൽ നിന്നുള്ള സതുപദേശം നിങ്ങൾക്കിതാ വന്നെത്തിയിരിക്കുന്നു. വശിഫാഉൻ ലിമാ ഫിസ്സുദൂർ, മനസ്സുകൾക്കുള്ള ശമനമാണത്. വഹുദ, അത് സന്മാർഗമാണ്. വറഹ്മത്തുൽ ലിൽ മുഅ്മിനീൻ, അത് സത്യവിശ്വാസികൾക്കുള്ള കാരുണ്യമാണ്. അനുഗ്രഹത്തിൻ്റെ 4 തലങ്ങളാണ് അള്ളാഹുവോടെ പറയുന്നത്. ഒന്നെന്താ? മൗഇള എന്ന പ്രയോഗമാണ് ആയത്തിൽ അള്ളാഹു നടത്തിയത്. ജീവിതത്തിൽ നമുക്കെന്തെല്ലാം ഉപദേശങ്ങൾ ആവശ്യമുണ്ടോ ആ ഉപദേശങ്ങൾ ഖുർആനിലേക്ക് തേടിച്ചെന്നാൽ ആ ഉപദേശങ്ങൾ വിശുദ്ധ ഖുർആൻ നമുക്ക് നൽകിക്കൊണ്ടിരിക്കും. എപ്പോഴും നമ്മോടൊപ്പം ഒരു ഉപദേശകനായി ഖുർആനുണ്ട് എന്ന സൂചനയാണ് ആ ആയത്തിലുള്ളത്. 2-ാമത് ആയത്തിൽ അള്ളാഹു പറഞ്ഞത് ഷിഫ എന്ന പ്രയോഗമാണ്, ശമനം എന്നതാണ്. നമ്മുടെ ശരീരത്തിനുള്ള ശമനം, നമ്മുടെ മനസ്സിനുള്ള ശമനം. നമ്മുടെ മനസ്സ് പ്രതിസന്ധിയിൽ തകർന്നു നിൽക്കുമ്പോൾ മനസ്സിനെ തണുപ്പിക്കാനുള്ള മരുന്നാണ് വിശുദ്ധ ഖുർആൻ. ആ മനസ്സിനെ ശാന്തമാക്കാനുള്ള മരുന്നാണ് വിശുദ്ധ ഖുർആൻ. അള്ളാഹു പറയുകയാണ്. 3-ാമത് ആയത്തിൽ അള്ളാഹു പറഞ്ഞത് ഹുദ എന്നാണ്. ലോകത്ത് കഴിഞ്ഞുപോയ ലക്ഷക്കണക്കിന് ആളുകളെ സത്യദീനിലേക്ക് നയിച്ചു കൊണ്ടുവന്ന, സത്യപ്രകാശം നൽകിയ വേദഗ്രന്ഥമാണ് വിശുദ്ധ ഖുർആൻ. ഇന്നും ദിനേന 100 കണക്കിന് ആളുകൾ വിശുദ്ധ ഖുർആനിൻ്റെ ആ മാർഗത്തിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുന്നു. 4-ാമത് ഈ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് റഹ്മ എന്ന പ്രയോഗമാണ്. ഒരു മനുഷ്യന് ആവശ്യമായ കാരുണ്യത്തിൻ്റെ ചിറകുകൾ മുഴുവൻ താഴ്ത്തിക്കൊടുക്കുന്ന, വിരിച്ചു കൊടുക്കുന്ന മഹാവേദഗ്രന്ഥമാണ് വിശുദ്ധ ഖുർആൻ എന്ന് പറയുന്നത്. വിശുദ്ധ ഖുർആനിൽ 116ഓളം പ്രാവശ്യമാണ് റഹ്മ, കാരുണ്യം എന്ന പ്രയോഗം അല്ലാഹു സുബ്ഹാനഹു വ തആല നടത്തിയിട്ടുള്ളത്. പ്രിയമുള്ളവരെ, ആ അനുഗ്രഹത്തെ തിരിച്ചറിയാൻ നമുക്ക് ഓരോരുത്തർക്കും കഴിയേണ്ടതുണ്ട്. ഖുർആൻ എന്ന മഹാനുഗ്രഹത്തിൻ്റെ ഗ്രന്ഥത്തെ നാം തിരിച്ചറിയുമ്പോഴാണ്, അതിൻ്റെ മഹത്വം പഠിക്കുമ്പോഴാണ് വിശുദ്ധ ഖുർആനിനെ ആനന്ദത്തിൻ്റെ തലത്തിലേക്ക് നമുക്ക് കൊണ്ടെത്തിക്കാൻ സാധിക്കുക.
ഒരു ഖുർആൻ പഠിതാവ് കുറേ കാലം മുമ്പ് പറഞ്ഞ ഒരനുഭവമുണ്ട്. ഞാൻ ഒരു ക്യാൻസർ രോഗിയായിരുന്നു. ഓൺലൈൻ ക്ലാസ്സിൽ ശനിയാഴ്ചകളിൽ ഓൺലൈൻ ക്ലാസ് നടക്കുമ്പോൾ എനിക്ക് തോന്നുന്നു 5 or 6 ക്യാൻസർ പേഷ്യൻസ് ആ ക്ലാസ്സിലുണ്ട്. രോഗം വല്ലാതെ അവരെ അലട്ടുന്നുണ്ട്. എങ്കിൽ പോലും ആ രോഗത്തിൻ്റെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും എല്ലാം മാറ്റിവെച്ച് ഖുർആൻ ക്ലാസ്സിൽ ഒരു മടിയുമില്ലാതെ അതീവ താല്പര്യത്തോടു കൂടി പങ്കെടുക്കുന്ന ചില സഹോദരിമാരുണ്ട്. നമുക്ക് തടസ്സങ്ങളൊന്നുമില്ല, അവസരങ്ങൾ ഒരുപാട് മുമ്പിലുണ്ടായിട്ടും ആ അവസരങ്ങളെ നമ്മൾ തട്ടി നീക്കുന്നുണ്ട് എങ്കിൽ നമ്മളൊന്ന് ആലോചിക്കുന്നത് നല്ലതാണ്. ഒരു സഹോദരി പറഞ്ഞത്, ഞാനൊരു ക്യാൻസർ രോഗിയാണ്, കീമോകൾ ഒന്നിനു പിറകെ ഒന്നായി നടക്കുന്നുണ്ട്. പക്ഷേ എന്നെ അലട്ടുന്നത് എൻ്റെ രോഗത്തിൻ്റെ അസ്വസ്ഥതകളോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളോ ഒന്നുമല്ല. എനിക്ക് പ്രയാസം എൻ്റെ ചികിത്സയ്ക്കിടയിൽ എനിക്ക് നഷ്ടപ്പെടുന്ന എൻ്റെ ഖുർആൻ ക്ലാസ്സുകളാണ്. അതെൻ്റെ മനസ്സിനെ വല്ലാതെ വേദനിപ്പിക്കുന്നു. എനിക്കെൻ്റെ ഖുർആൻ പഠനം ആവേശവും ആനന്ദവുമാണ്. ആ സഹോദരി പറയുകയാണ്, പ്രിയമുള്ളവരെ, ക്യാൻസർ വേദനകൾക്കിടയിലും അവർക്കിങ്ങനെയുള്ള കമൻറ്റുകൾ, അഭിപ്രായങ്ങൾ പറയാൻ കഴിയുന്നുവെങ്കിൽ വിശുദ്ധ ഖുർആനും അവരും തമ്മിൽ എത്രമാത്രം ആ ബന്ധം ശക്തമാണ് എന്നതിൻ്റെ തെളിവാണത്. വിശുദ്ധ ഖുർആനിൽ നിന്ന് ഒരു പദം പഠിക്കുമ്പോൾ, ഒരായത്ത് അർത്ഥം വെക്കാൻ പഠിക്കുമ്പോൾ, വിശുദ്ധ ഖുർആനിൽ നിന്ന് ഒരറിവ് നമ്മൾ പുതുതായി നേടുമ്പോൾ നമ്മുടെ മനസ്സ് ആനന്ദിക്കുന്നുവെങ്കിൽ, നമ്മുടെ മനസ്സ് സന്തോഷിക്കുന്നുവെങ്കിൽ അതിനേക്കാൾ വലിയ ആനന്ദവും സന്തോഷവും വേറെയൊന്നില്ല എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. വിശുദ്ധ ഖുർആനിലെ 13-ാം അധ്യായം സൂറത്ത് റഅദിലെ 28-ാം വചനം വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു പറയുകയാണ്, അല്ലദീന ആമനൂ വതത്മഇന്നു ഖുലൂബുഹും ബിദിക്രില്ലാഹ് അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. അല്ലദീന ആമനു, വിശ്വാസികളായ ആളുകൾ, വതത്മഇന്നു ഖുലൂബുഹും ബിദിക്രില്ലാഹ്, അള്ളാഹുവിനെ ഓർക്കുന്നതിലൂടെ അവരുടെ മനസ്സുകൾ സമാധാനമടയുന്നു. എന്നിട്ട് അള്ളാഹ് പറഞ്ഞെന്താ, അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. അറിയണം, ജീവിതത്തിൽ ഒന്നിനും നിങ്ങൾക്ക് ശാശ്വതമായ സമാധാനം തരാൻ പറ്റില്ല. വിശുദ്ധ ഖുർആൻ കൊണ്ട്, ദിക്ർ എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ ദിക്ർ അത് വിശുദ്ധ ഖുർആനാണ്. അള്ളാഹുവിനെ ഓർക്കുന്നതിലൂടെയാണ് നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സ് സമാധാനമടയുന്നത് എന്നാണ്. ഈ ആയത്തിനെ വിശദീകരിക്കുന്നിടത്ത് മുഫസ്സിറുകൾ പറയുന്നുണ്ട്, താബിഅകളെ ഉദ്ധരിച്ചുകൊണ്ട് ബിദിക്രില്ല എന്ന് പറഞ്ഞാൽ അവിടെ ഉദ്ദേശിക്കുന്നത് വിശുദ്ധ ഖുർആനാണ് എന്ന്. മദ്യത്തിനോ മയക്കുമരുന്നുകൾക്കോ മനുഷ്യന് അവൻ്റെ ജീവിതത്തിൽ ശാശ്വതമായ ഒരാനന്ദം നൽകുക സാധ്യമല്ല. സംഗീതങ്ങൾക്കോ സിനിമകൾക്കോ മനുഷ്യൻ്റെ മനസ്സിന് ശാശ്വതമായ ഒരു ആനന്ദം നൽകുക സാധ്യമല്ല. ഈ ലോകത്ത് ഏതെല്ലാം ഐഹിക ആസ്വാദനങ്ങളുണ്ടോ അതിനൊന്നും മനുഷ്യൻ്റെ ജീവിതത്തിൽ ശാശ്വതമായ ഒരാനന്ദം നൽകുക സാധ്യമല്ല. മറിച്ച് അതെല്ലാം നൈമിഷികമായ സുഖങ്ങൾക്ക് വേണ്ടി പിശാചൊരുക്കി വെക്കുന്ന കെണികൾ മാത്രമാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമുക്ക് കണ്ണ് തന്ന റബ്ബ് നമ്മോട് പറയുന്നു, അവൻ്റെ കലാമിനു വേണ്ടി നമ്മുടെ കണ്ണുകളെ തുറന്നു വെക്കുവാൻ. നമുക്ക് കേൾവി തന്ന നമ്മുടെ റബ്ബ് പറയുന്നു, അവൻ്റെ കലാമ് കേൾക്കുവാൻ നിങ്ങളുടെ കാതുകളെ തുറന്നു വെക്കുവാൻ. നമുക്ക് ബുദ്ധി തന്നവൻ പറയുന്നു, നിങ്ങൾ ആ ഗ്രന്ഥം തുറന്നു വെച്ച് പഠിക്കുവാനും ചിന്തിക്കുവാനും. പഠനാവസരങ്ങൾ നമുക്ക് മുമ്പിൽ കയ്യെത്തും ദൂരത്തുണ്ടായിട്ടും നാം പുറംതിരിഞ്ഞ് നിൽക്കുകയാണ് എങ്കിൽ വിശുദ്ധ ഖുർആനിലെ ഒരു ചോദ്യം അത് ഗൗരവത്തോടുകൂടി നമ്മൾ എടുക്കേണ്ടതുണ്ട്. അത് നന്ദികേടിൻ്റെ നിലപാട് തന്നെയാണ്. അല്ലാഹുവിൻ്റെ ചോദ്യം, അഫലാ യതദബ്ബറൂനൽ ഖുർആൻ അം അലാ ഖുലൂബിൻ അക്ഫാലുഹാ. അഫലാ യതദബ്ബറൂനൽ ഖുർആൻ, വിശുദ്ധ ഖുർആൻ തുറന്നു വെച്ച് അതിൻ്റെ ആയത്തുകൾ ഓരോന്നും മറിച്ചു നോക്കി അതിലെ ആയത്തുകൾ പഠിച്ചുകൊണ്ട് വിശുദ്ധ ഖുർആനിലെ ആയത്തുകളെ പറ്റി ചിന്തിക്കുവാൻ, ചിന്തകളിലേക്ക് പോകുവാൻ അവർ തയ്യാറാകുന്നില്ലേ? അം അലാ ഖുലൂബിൻ അക്ഫാലുഹാ,
അതല്ല അവരുടെ ഹൃദയങ്ങൾക്ക് പൂട്ടിട്ടിരിക്കുകയാണോ? ഈ ഒരു ചോദ്യം നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സിൽ മുഴങ്ങേണ്ട ചോദ്യമാണ്. വിശുദ്ധ ഖുർആനിലെ ശ്രദ്ധേയമായ അധ്യായം ഏതാണത്? സൂറത്തു ത്വാഹ. സൂറത്തു ത്വാഹയിലെ 124 വചനം ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല ചില ആളുകൾക്ക് ശക്തമായ മുന്നറിയിപ്പ് നൽകുകയാണ്. ആർക്കാണ് അല്ലാഹു ആ മുന്നറിയിപ്പ് നൽകുന്നത്? വമൻ അഅറദ അൻ ദിക്രി ഫഇന്ന ലഹു മഈശതൻ ദൻക. ആരെങ്കിലും എൻ്റെ ദിക്റിൽ നിന്ന് തിരിഞ്ഞു കളഞ്ഞാൽ, എൻ്റെ ദിക്റിനെ അവഗണിച്ചാൽ ഇടുങ്ങിയ ജീവിതമാണ് നാം അവന് നൽകുക. തീർന്നില്ല. വനഹ്ശുറുഹു യൗമൽ ഖിയാമത്തി അഅമാ. അവനെ അന്ധനായി നാളെ പരലോകത്ത് നാം ഒരുമിച്ച് കൂട്ടുന്നതാണ്. അപ്പോൾ ആ മനുഷ്യൻ ചോദിക്കുകയാണ് റബ്ബിനോട്, ഖാല ലിമ ഹശർതനീ അഅമാ ഖാല റബ്ബി ലിമ ഹശർതനീ അഅമാ. എൻ്റെ റബ്ബേ, എന്നെ അന്ധനായി നീ എന്തിനാണ് ഈ ഖിയാമത്തിൽ, ഈ പരലോകത്ത് ഇവിടെ നീ ഒരുമിച്ച് കൂട്ടിയിരിക്കുന്നത്? വഖദ് കുന്തു ബസ്വീറാ. ദുനിയാവിൽ എനിക്ക് കണ്ണ് കാണുമായിരുന്നല്ലോ, ദുനിയാവിൽ എനിക്ക് കണ്ണ് കാണുമായിരുന്നല്ലോ. റബ്ബിൻ്റെ മറുപടി എന്താ? കദാലിക് അതത്ക ആയാതുനാ ഫനസീതഹാ വകദാലികൽ യൗമ തുൻസാ. എൻ്റെ ആയത്തുകൾ, എൻ്റെ വചനങ്ങൾ നിനക്കരികെ എത്തിയിരുന്നു. ആ ആയത്തുകൾ നിനക്കരികെ വന്നപ്പോൾ, പഠിക്കാനുള്ള അവസരങ്ങൾ നിൻ്റെ മുമ്പിലെത്തിയപ്പോൾ അതിനെ നീ ദൂരേക്ക് വലിച്ചെറിഞ്ഞു, അതിനെതിരെ നീ പുറംതിരിഞ്ഞു നിന്നു. അന്ന് നീ എന്നെ മറന്നതുകൊണ്ട് ഇന്ന് ഞാൻ നിന്നെയും മറക്കുകയാണ് എന്നാണ്. ഈ ആയത്തിന് മുഫസ്സിറുകൾ വ്യാഖ്യാനം നൽകിയിട്ടുണ്ട്. അതിൽ അറിയപ്പെട്ട പണ്ഡിതനായ അബൂബക്കർ അൽ ജസാഇരി റഹിമഹുല്ല, അദ്ദേഹം അടുത്ത കാലത്ത് മരണപ്പെട്ടു പോയ പണ്ഡിതനാണ്. അദ്ദേഹം ഉറപ്പിച്ചു പറഞ്ഞു, അള്ളാഹു അവിടെ പറഞ്ഞ ആ ആയത്തിൻ്റെ വമൻ അഅറദ അൻ ദിക്രി, എൻ്റെ ആയത്തിനോടൊരാൾ പുറംതിരിഞ്ഞു നിന്നാൽ, എൻ്റെ ദിക്റിനോടൊരാൾ പുറംതിരിഞ്ഞു നിന്നാൽ എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വിശുദ്ധ ഖുർആനാണ് എന്ന്. ഇതൊക്കെ ഗൗരവത്തിൽ നമ്മൾ എടുക്കേണ്ട ആയത്തുകളാണ്, ഗൗരവത്തിലെടുക്കേണ്ട ആയത്തുകളാണ്. നമുക്ക് മുമ്പിൽ പഠനാവസരങ്ങൾ ഉണ്ടായിട്ടും ഒരു ഖുർആൻ ക്ലാസ്സിന് വാ സഹോദര എന്ന് വിളിക്കുമ്പോൾ പുറംതിരിഞ്ഞു നിന്നാൽ, മടി കാണിച്ചാൽ നാളെ അത് വലിയ ഗൗരവമുള്ള ഒരു തെറ്റായി പരലോകത്ത് വരും എന്നാണ് ഈ ആയത്തുകൾ നമുക്ക് സൂചന നൽകുന്നത്. ഇരുട്ടിൽ തപ്പിത്തടഞ്ഞ് നടക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ആ കൂരിരുട്ടിനിടയിൽ ഒരു പ്രകാശം അവന് ലഭിക്കുകയാണെങ്കിൽ അതെത്ര വലിയ ആശ്വാസമായിരിക്കും അവന്, എത്ര വലിയ സന്തോഷമായിരിക്കും അവന് നൽകുന്നത്. പ്രിയമുള്ള സഹോദരങ്ങളെ, പല ഇരുട്ടുകളാലും മൂടപ്പെട്ട് കിടക്കുന്ന നമ്മുടെ മനസ്സ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, ഫിത്നകൾ അധികരിച്ച് രാവിലെ വിശ്വാസിയായി കണ്ട ഒരു മനുഷ്യൻ വൈകുന്നേരമാകുമ്പോഴേക്കും അവിശ്വാസിയായി മാറുകയാണ്. വൈകുന്നേരം വിശ്വാസിയായിരുന്ന ഒരു മനുഷ്യൻ പ്രഭാതമാകുമ്പോഴേക്കും അവിശ്വാസിയായി മാറുന്ന ഒരവസ്ഥ, അത്ര വേഗം ഈമാൻ നഷ്ടപ്പെട്ടു പോകുന്ന ഒരവസ്ഥ. നന്നാകണമെന്ന് ആഗ്രഹിക്കുമ്പോൾ ഒരുപാട് ഫിത്നകൾ പല ഭാഗങ്ങളിൽ നിന്ന് വന്ന് നമ്മൾ വഴിതെറ്റിപ്പോകരുത് എന്നാഗ്രഹിച്ചിട്ട് പോലും വഴിതെറ്റിപ്പോകുന്ന, ഫോണ് കയ്യിലെടുത്ത് എൻ്റെ സമയം കൊല്ലരുത് എന്നാഗ്രഹിച്ചിട്ട് പോലും അറിയാതെ ഫോണെടുത്ത് കണ്ടുപോകുന്ന, അനാവശ്യങ്ങൾ കാണരുത് എന്നാഗ്രഹിച്ചിട്ട് പോലും അറിയാതെ ഫോണെടുത്ത് കണ്ടുപോകുന്ന, അനാവശ്യങ്ങളിലേക്ക് നടക്കരുത് എന്നാഗ്രഹിച്ചിട്ട് പോലും അറിയാതെ അനാവശ്യങ്ങളിലേക്ക് ചെന്നെത്തുന്ന, ഹലാലായ ഒരു പൈസ പോലും എൻ്റെ പോക്കറ്റിലേക്ക് വരരുത് എന്നാഗ്രഹിച്ചിട്ടും അറിയാതെ ഹറാമുകൾ കടന്നു വരുന്ന ഒരു ലോകത്താണ്, ഫിത്നകളുടെ ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. ളുൽം അലാ ളുൽം എന്ന് പറഞ്ഞതുപോലെ ഇരുട്ടുകൾക്ക് മീതെ ഇരുട്ടുകൾ വരികയാണ്, അന്ധകാരങ്ങൾക്ക് മീതെ അന്ധകാരങ്ങൾ വരികയാണ്. ആ അന്ധകാരത്തിനിടയിൽ ഒരു പ്രകാശനാളമായി പ്രിയമുള്ളവരെ നമ്മൾ കത്തിച്ചു വെക്കേണ്ടത് വിശുദ്ധ ഖുർആനാണ്. ആ ഖുർആനെ നമ്മൾ ചേർത്ത് വെച്ചാൽ വഴിതെറ്റുകയില്ല, വഴികേടിൽ പെട്ടുപോവുകയില്ല, ഇരുട്ടിൽ പെട്ടുപോവുകയില്ല. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ജീവിതത്തിൻ്റെ പ്രതിസന്ധികൾ കടന്നു വരുമ്പോൾ നിങ്ങൾ പ്രാർത്ഥിച്ചോ, അല്ലാഹുമ്മ ജഅൽ
അല്ലാഹുമ്മ ജഅലിൽ ഖുർആന റബീഅ ഖൽബി വനൂറ സ്വദ്രി, അല്ലേ? അല്ലാഹുമ്മ ജഅലിൽ ഖുർആന റബീഅ ഖൽബി, അല്ലാഹുവേ എൻ്റെ ഹൃദയത്തിൻ്റെ വസന്തമാക്കി വിശുദ്ധ ഖുർആനെ നീ മാറ്റണമേ. വനൂറ സ്വദ്രി, എൻ്റെ ഹൃദയത്തിൻ്റെ പ്രകാശമാക്കി വിശുദ്ധ ഖുർആനെ നീ മാറ്റണേ. വിശുദ്ധ ഖുർആനിലെ 4-ാം അധ്യായം സൂറത്തുൻ നിസായിലെ 174-ാം വചനം അല്ലാഹു പറയുന്നു, യാ അയ്യുഹന്നാസ്, മനുഷ്യരെ, ഖദ് ജാഅകും ബുർഹാനും മിർ റബ്ബിക്കും, മനുഷ്യരെ, നിങ്ങൾക്ക് റബ്ബിങ്കൽ നിന്നുള്ള ബുർഹാൻ വന്നെത്തിയിട്ടുണ്ട്. വഅൻസൽനാ ഇലൈക്കും നൂറൻ മുബീന, വഅൻസൽനാ, ഈ ഭൂമിയിലേക്ക് മുഹമ്മദ് മുസ്തഫ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം മുഖേന നിങ്ങൾക്ക് അവതരിപ്പിച്ച് തന്നിട്ടുള്ളത് നൂറം മുബീന, അതൊരു പ്രകാശമാണ്. എങ്ങനെയുള്ള പ്രകാശം? വ്യക്തമായ പ്രകാശമാണ്. വിശുദ്ധ ഖുർആനിനെ അള്ളാഹു പരിചയപ്പെടുത്തിയ പദമാണ് നൂറ് എന്ന്, ഫുർഖാൻ എന്ന്, ഹുദാ എന്ന്, ബുർഹാൻ എന്ന്, റഹ്മത്ത് എന്ന്, ഷിഫാ എന്ന്. പ്രിയമുള്ളവയെ, അതിൻ്റെ അർത്ഥം വിശുദ്ധ ഖുർആനുമായി ചേർന്ന് നിൽക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. ഖുർആനിൻ്റെ പ്രകാശത്തിൽ നിന്ന് ഒരിക്കലും നാം അകന്നു പോകരുത്. പഠിക്കുമ്പോൾ മാത്രമാണ്, ഓതുമ്പോഴല്ല, പഠിക്കുമ്പോൾ മാത്രമാണ് ആ ഗ്രന്ഥം നമുക്ക് പ്രകാശമായി മാറുന്നത്. ആ പ്രകാശം നാളെ പരലോകത്ത് നമുക്ക് തണലായി മാറും. ആ പ്രകാശം നാളെ പരലോകത്ത് നമുക്ക് ശുപാർശയായി മാറും. ഖുർആൻ ആയത്തുകൾ കേൾക്കുമ്പോൾ ഈമാൻ കൂടുന്ന ചില ആളുകളുണ്ട്. നാം പറയാറില്ലേ, ആ പാട്ട് കേൾക്കുമ്പോൾ വല്ലാത്തൊരു ഫീലിംഗാണ്. അയാളുടെ കൂടെ ഇരുന്ന് സംസാരിക്കുമ്പോൾ മനസ്സിന് വല്ലാത്തൊരു സന്തോഷമാണ്. ആ സ്ഥലത്തൊന്ന് പോയാൽ മനസ്സിന് വല്ലാത്തൊരു കുളിർമയാണ് എന്നൊക്കെ നമ്മൾ പലതുമായി ചേർത്ത് പറയാറുണ്ട്. പ്രിയമുള്ളവരെ, സൂറത്തുൽ അൻഫാലിലെ 2-ാമത്തെ ആയത്ത് ശ്രദ്ധേയമായ ഒരു വചനമാണ്. ഇന്നമൽ മുഅ്മിനൂനല്ലദീന ഇദാ ദുകിറല്ലാഹു വജിലത് ഖുലൂബുഹും വഇദാ തുലിയത് അലൈഹിം ആയാതുഹു സാദതുഹും ഈമാനാ വഅലാ റബ്ബിഹിം യതവക്കലൂൻ. ഇന്നമൽ മുഅ്മിനൂനല്ലദീന, തീർച്ചയായും വിശ്വാസികൾ എന്ന് പറഞ്ഞാൽ താഴെ പറയുന്ന സ്വഭാവമുള്ളവർ മാത്രമാണ്. ഇദാ ദുകിറല്ലാഹ്, അല്ലാഹുവിനെ പറ്റി പറയപ്പെടുമ്പോൾ വജിലത് ഖുലൂബുഹും, അവരുടെ ഹൃദയങ്ങൾ വിറകൊള്ളുന്നതാണ്. പിന്നെന്താ റബ്ബ് പറഞ്ഞത്? വഇദാ തുലിയത് അലൈഹിം ആയാതുഹു, അല്ലാഹുവിൻ്റെ വചനങ്ങൾ വിശുദ്ധ ഖുർആനിലൂടെ ഓതിക്കേൾപ്പിക്കപ്പെടുമ്പോൾ എന്താ പറഞ്ഞത്? സാദത്തുഹും ഈമാന, ഈമാൻ കൂടും എന്നാ പറഞ്ഞത്. ഖുർആനിൻ്റെ ആയത്തുകൾ ഓതിക്കേൾപ്പിക്കപ്പെടുമ്പോൾ എന്താ? ഈമാൻ വർദ്ധിക്കുമെന്ന് പറഞ്ഞാൽ ആ ഒരു ഈമാനിൻ്റെ വർധനവ് നമുക്കുണ്ടോ? ഓതുന്ന ആയത്തുകളുടെ അർത്ഥമറിയണം. മുമ്പൊരു സഹോദരി പറഞ്ഞിട്ടുണ്ട്, സൂറത്തുൽ അബസ ഒരിക്കൽ തറാവീഹ് നമസ്കാരത്തിന് പോയി നിന്നപ്പോൾ ഇമാം ഓതുന്നത് കേട്ടു. എൻ്റെ മനസ്സിൽ കാര്യമായ സ്വാധീനമൊന്നും ഉണ്ടാക്കിയില്ല എന്ന്. പിന്നെ അവർ പറയാണ്, ആ സൂറത്തിൻ്റെ അർത്ഥം ഞാനൊന്ന് പഠിച്ചു. ആ സൂറത്തിൻ്റെ അവസാന ഭാഗത്ത് വരുന്ന ചില ആയത്തുകളുണ്ട്. എന്താ? ഫഇദാ ജാഅത്തിസ്സാഖ യൗമ യഫിറുൽ മർഉ മിൻ അഖീഹി വഉമ്മിഹി വഅബീഹി വസ്വാഹിബതിഹി വബനീഹി. ആ ഘോരമായ അട്ടഹാസം കടന്നു വരുമ്പോൾ, ഖിയാമത്ത് നാൾ കടന്നു വരുമ്പോൾ, ഓരോ മനുഷ്യനും തൻ്റെ പ്രിയപ്പെട്ട ഉമ്മയെയും ഉപ്പയെയും വിട്ടോടുന്ന ദിവസം, തൻ്റെ പ്രിയപ്പെട്ട ഇണയെ തിരിഞ്ഞു നോക്കാതെ ഓടുന്ന ദിവസം, തൻ്റെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ തിരിഞ്ഞു നോക്കാതെ ഓടുന്ന ദിവസം, ആ ഭയാനകത, ആ അർത്ഥത്തിലൂടെ അർത്ഥം ഇങ്ങനെ പഠിച്ചപ്പോൾ ആ സഹോദരി പറയാണ്, പിന്നൊരിക്കൽ ഇമാമിൻ്റെ പുറകിൽ നിന്ന് ജമാഅത്ത് നിസ്കരിക്കുന്ന സമയത്ത് കണ്ണുകൾ നിറഞ്ഞൊഴുകിപ്പോയി എന്ന്. അർത്ഥം പഠിക്കണം പ്രിയമുള്ളവരെ. അർത്ഥം പഠിക്കുമ്പോഴാണ് വിശുദ്ധ ഖുർആനിൻ്റെ ആ ഒരു ആനന്ദത്തിലേക്ക് നമുക്ക് എത്താൻ കഴിയുക.
ഓതണ്ട എന്നല്ല, ഓതുന്നതിന് ഒരുപാട് പ്രതിഫലങ്ങളുണ്ട്. മുൻഗാമികളായ സ്വഹാബത്തുകളും താബികളും വിശുദ്ധ ഖുർആൻ ഓതിത്തുടങ്ങിയത് റമദാനു വേണ്ടി ഖുർആൻ ഓതിത്തുടങ്ങിയത് റമദാനിലായിരുന്നില്ല എന്നാണ്. ചരിത്രങ്ങൾ നോക്കിയാൽ കാണാം, റമദാനിനു വേണ്ടി അവർ ഖുർആൻ ഓതിത്തുടങ്ങിയത് ഷഅബാനിലായിരുന്നു എന്നാ. ഷഅബാനിൽ തന്നെ വിശുദ്ധ ഖുർആൻ ഓതിത്തുടങ്ങിയിട്ട് നമ്മളൊക്കെ തുടങ്ങി റമദാനൊന്നാകട്ടെ എന്നിട്ടൊന്ന് തുടങ്ങണം എന്നാണ്. സ്വഹാബികൾ, നമ്മുടെ മുൻഗാമികൾ അങ്ങനെയായിരുന്നില്ല എന്നാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, അർത്ഥം പഠിക്കണം. നമ്മളതിൻ്റെ അർത്ഥങ്ങൾ പഠിച്ച് നമ്മൾ ഒരു പള്ളിയിൽ പോയി ജമാഅത്ത്, ഇപ്പോൾ തറാവീഹുകൾ വരികയാണ്, റമദാനിൽ നമ്മൾ പോയി നിസ്കരിക്കും അല്ലേ? ആ തറാവീഹ് നമസ്കാരത്തിൽ ഇങ്ങനെ പങ്കെടുക്കുന്ന സമയത്ത് നമുക്ക് വല്ലാത്തൊരു സന്തോഷം ഉണ്ടാകും. ഒരു ഖുർആൻ ക്ലാസ്സിൽ പോയി നമ്മൾ പഠിച്ച ആയത്ത്, ഞാൻ പഠിച്ച ആയത്താണല്ലോ ഇത്, ഞാൻ പഠിച്ച സൂറത്താണല്ലോ ഇത്. ആ ആയത്തിങ്ങനെ ഓതി കേൾക്കുമ്പോൾ, അതിൻ്റെ അർത്ഥം മനസ്സിലാകുമ്പോൾ നമ്മുടെ മനസ്സിൽ വല്ലാത്തൊരു സന്തോഷമുണ്ടാകും. ആ തഫ്സീർ പഠനത്തിലൂടെയാണ് വിശുദ്ധ ഖുർആനിലേക്ക് നമ്മൾ അടുക്കേണ്ടത്, മാറ്റങ്ങൾ ഉണ്ടാകേണ്ടത്. അങ്ങനെയാണ് മഹത്തായ ഒരു മാസം തണലിടപ്പെടുകയാണ്. പ്രിയമുള്ളവരെ, പ്ലാനുകൾ ഉണ്ടാവണം. പ്ലാൻ ഉണ്ടാവാതെ നമ്മളിങ്ങനെ തീരുമാനിക്കുകയാണ്, റമദാൻ വരികയല്ലേ, ഒരു 10 പ്രാവശ്യം ഖുർആൻ ഓതി തീർക്കണം എന്ന് തീരുമാനിച്ചാൽ നടക്കുമോ? നടക്കില്ല. മറിച്ച് 10 പ്രാവശ്യം ഖുർആൻ ഖത്മ് ചെയ്യാൻ നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട് എങ്കിൽ ഓരോ ദിവസവും എത്ര ജുസ് ഓതണം, ഏത് സമയത്ത് ഞാൻ ഓതണം, എല്ലാം കൃത്യമായി പ്ലാൻ ചെയ്താൽ മാത്രമേ നടക്കുള്ളൂ. ഏത് കാര്യം അങ്ങനെയല്ലേ? ഏത് കാര്യവും അങ്ങനെയാണ്. അതുകൊണ്ട് കൃത്യമായ ഒരു മുന്നൊരുക്കത്തോടു കൂടിയായിരിക്കണം റമദാനിലേക്ക് നമ്മൾ കടന്നു ചെല്ലേണ്ടത്, വിശുദ്ധ ഖുർആനെ സ്വീകരിക്കേണ്ടത്, വ്രതത്തെ സ്വീകരിക്കേണ്ടത്, പ്രാർത്ഥനകളെ സ്വീകരിക്കേണ്ടത്, സ്വതക്കകളെ സ്വീകരിക്കേണ്ടത്. അങ്ങനെ എല്ലാ നിലയ്ക്കും വിശുദ്ധ ഖുർആനിനെ നെഞ്ചോട് ചേർത്ത് വെക്കാൻ, കെട്ടിപ്പുണരാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് തൗഫീക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ. നമുക്കെല്ലാം അറിയുന്ന ഒരു ചരിത്രമുണ്ട്. 2 ആളുകൾ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സദസ്സിൽ വന്ന് ഇസ്ലാം സ്വീകരിച്ചല്ലോ. ഒരേ ദിവസം അവർ ഇസ്ലാം സ്വീകരിച്ചു പോയതാണ്. അതിലൊരാൾ വർഷങ്ങൾക്ക് ശേഷം മരിക്കുന്നത് ഒരു യുദ്ധത്തിൽ പോരാടി ഷഹീദായിട്ടാണ്. അപരൻ മരിക്കുന്നത് സാധാരണഗതിയിലുള്ള ഒരസുഖം ബാധിച്ചിട്ടാണ്. 2ൽ സാധാരണ അസുഖം ബാധിച്ച് മരണപ്പെട്ട ആളാണ് സ്വർഗത്തിൽ ആദ്യം പ്രവേശിക്കുക എന്ന് പറഞ്ഞപ്പോൾ സ്വഹാബത്ത് റസൂലുള്ളാഹിയോട് ചോദിക്കുന്നുണ്ട്, എന്താണ് അതിൻ്റെ കാരണമെന്ന്. അയാൾക്കൊരു റമദാൻ അധികം കിട്ടിയെന്നാണ്. ഒരു റമദാൻ അധികം കിട്ടി. എന്നിട്ട് പ്രവാചകൻ പറഞ്ഞ ഒരു കാര്യമുണ്ട്, ഒരു റമദാൻ ആ മനുഷ്യൻ അധികം കിട്ടിയതുകൊണ്ട് ആകാശവും ഭൂമിയും തമ്മിലുള്ള അകലമുണ്ട് ആ 2 പേർക്കിടയിൽ. ആകാശവും ഭൂമിയും തമ്മിലുള്ള അകലമുണ്ട് ആ 2 പേർക്കിടയിൽ നിന്ന്. ഒരു റമദാൻ കിട്ടുക എന്ന് പറഞ്ഞാൽ അത് വലിയൊരു തൗഫീഖാണ്, വലിയൊരു ഭാഗ്യമാണ്. അതറിഞ്ഞുപയോഗപ്പെടുത്താൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ നിലയ്ക്ക് വിശുദ്ധ റമദാനിനെ ഖുർആൻ കൊണ്ട്, സ്വതക്കകൾ കൊണ്ട്, തൗബകൾ കൊണ്ട് കർമ്മനിരതമാക്കുവാനുള്ള തൗഫീക്ക് നമുക്കെല്ലാം പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മുടെ എല്ലാ നന്മകളെയും അല്ലാഹു കബൂൽ ചെയ്യുമാറാവട്ടെ. ഇനിയും ഇൻഷാ അല്ലാഹ് ഇശാ കഴിഞ്ഞ് 2 പ്രധാനപ്പെട്ട ക്ലാസ്സുകളുണ്ട്, സംശയ നിവാരണ സെഷനുണ്ട്. അതെല്ലാം ശ്രദ്ധയോടുകൂടി കേട്ട് ലഭിച്ച അറിവുകൾ ജീവിതത്തിൽ പകർത്താൻ നമ്മൾ ഓരോരുത്തരും തയ്യാറാവുക. സമിഅന വ അത്വഅന എന്നതാണ് ഒരു വിശ്വാസിയുടെ മുദ്രാവാക്യം. സമിഅന വ അസ്വൈന എന്നതല്ല. അല്ലാഹു സമിഅന വ അത്വഅന എന്ന് പറഞ്ഞ ആളുകളുടെ കൂട്ടത്തിൽ നമ്മയെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു അലാ നബിയിന മുഹമ്മദ് വ അലാ ആലിഹി വസ്വഹ്ബിഹി വസല്ലം വ ആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.